നമസ്കാരം. സമാധിയിലൂടെ വിവാദമായ അതിയന്നൂർ കാവ് വിളാകത്ത് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലിൽ നിന്നുമാണ്. പിന്നീട് ചുമട്ട് തൊഴിലാളിയായി. ഗോപൻ സ്വാമി ആകുന്നതിന് മുൻപ് മണിയൻ എന്നായിരുന്നു പേര്. പ്ലാവിളയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് നെയ്ത്തു തൊഴിൽ ചെയ്തത്. ഇവിടെ നിന്ന് പിന്നീട് ആറാലുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു. നേരത്തെ AITUC യൂണിയനിൽ അംഗമായിരുന്നു. ആറാലുമൂട് ചന്തയ്ക്ക് സമീപമായിരുന്നു സ്വാമിയും കുടുംബവും താമസിച്ചിരുന്നത്. 20 വർഷത്തിന് മുൻപാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസമാക്കിയത്. പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവർ ക്ഷേത്രം നിർമ്മിച്ചു. ആത്മീയതയുടെ വഴിയിലായതോടെയാണ് ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയത്. ക്ഷേത്രത്തിന് പുറത്തായി 5 വർഷം മുൻപ് പത്മപീഠവും ഒരുക്കിയിരുന്നു. ഗോപൻ സ്വാമി സമാധി ഇരിക്കാനായിട്ടാണ് പത്മപീഠം നിർമ്മിച്ചത്. ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ നേരത്തെ തന്നെ മരിച്ചിരുന്നു. പിന്നെയുള്ള 2 ആൺമക്കളിൽ ഇളയവനായ രാജസേനൻ അച്ഛനോടൊപ്പം പൂജകളിൽ പങ്കാളിയായി. രക്തസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു ഗോപൻ സ്വാമി. ഏതാനും മാസങ്ങളായി ഗോപൻ സ്വാമി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലായിരുന്നു. സമാധിയാകുന്നതിന് 3 ദിവസം മുൻപ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോയിരുന്നു. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്ന് മക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30 അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ ഇരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നെന്നും പൂജാരിയായ മകൻ രാജസേനൻ പറഞ്ഞു. എന്നാൽ നാട്ടുകാരെ മരണവിവരം അറിയിക്കാത്തതിനെ തുടർന്ന് അവർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന് കുടുംബം പറഞ്ഞു. ഭർത്താവ് സമാധിയായതാണെന്നും സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്നും നെയ്യാറ്റിൻകര ആറാമൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന പറഞ്ഞു. ക്ഷേത്രഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പരാതിക്ക് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നു. ബന്ധുക്കൾ ആരും പരാതി നൽകിയിട്ടില്ല. ഭർത്താവ് കിടപ്പ് രോഗിയായിരുന്നില്ലെന്നും നടക്കുമായിരുന്നുവെന്നും ഇവർ കൂട്ടിച്ചേർത്തു. സമാധി തുറക്കാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മകൻ രാജസേനൻ പറയുന്നത്. നെയ്യാറ്റിൻകര ആറാലുമൂടിൽ ക്ഷേത്രാചാര്യനായിരുന്ന ഗോപൻ സ്വാമി സമാധിയായെന്നും നാട്ടുകാർ അറിയാതെ അന്ത്യകർമ്മങ്ങൾ ചെയ്തെന്നുമാണ് കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ മൊഴി. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ സമാധി കേസിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.